പുതിയ കാലത്തെ കുടുംബത്തെക്കുറിച്ചാണ് കുറച്ച് സമയം ഇവിടെ ഖുർആനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാനുള്ളത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന എല്ലാ മതപരമായ കാര്യങ്ങളെയും പൊതുവായി വിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുള്ള ഒരു പ്രയോഗം ഒന്ന് അമാനത്ത് എന്നാണ്. നമ്മളെല്ലാവരും നിർവഹിക്കുമെന്ന് അള്ളാഹുവോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ചില ബാധ്യതകളാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തിന്മ ചെയ്യാതിരിക്കുന്നതും ഒരു നന്മ പ്രവർത്തിക്കുന്നതുമെല്ലാം അമാനത്താണ്. ഒരുപക്ഷേ സൂറത്തു അൽ മാഇദ 5-ാമത്തെ സൂറത്ത് ഖുർആനിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ചില നിഷിദ്ധങ്ങളെയും ഭക്ഷിക്കുവാനും ഉപയോഗിക്കുവാനും പറ്റാത്ത ചില നിഷിദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ആരംഭിച്ചത് യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകളെ പാലിക്കണമെന്ന്. അവിടെ കരാർ, നമസ്കരിക്കുന്നത് ഒരു കരാർ പാലനമാണ്, നോമ്പ് നോൽക്കുന്നത് ഒരു കരാർ പാലനമാണ്, പന്നിയുടെ മാംസം ഭക്ഷിക്കാതിരിക്കുന്നത് ഒരു കരാർ പാലനമാണ്. ഒരു പക്ഷേ അതിനേക്കാളും വിശാലമായ അർത്ഥത്തിലാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. അമാനത്തിനെ ഞാൻ പർവ്വതങ്ങൾക്ക് മുന്നിലും ഭൂമിക്ക് മുന്നിലും ആകാശങ്ങൾക്ക് മുന്നിലും സമർപ്പിച്ചു. എന്താണ് അമാനത്ത്? അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാം. ഇനി അഥവാ ആ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും എന്നതാണത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ മഹാപ്രതിഭാസങ്ങളായിട്ടുള്ള പർവ്വതങ്ങൾക്കോ ഭൂമിക്കോ ഒന്നും ധൈര്യം കിട്ടിയില്ല. കാരണം ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന ദുരന്തത്തെക്കുറിച്ച് ഓർത്ത് ഫഅബൈന അൻ യഹ്മില്ലഹ, അവ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. എന്നാൽ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല, നമ്മളത് ഏറ്റെടുത്തു, ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലുള്ള എന്ത് പ്രത്യാഘാതങ്ങളെയും ഏറ്റെടുക്കാമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തവരും ഏറ്റെടുത്തവരുമാണ് നമ്മളെല്ലാവരും. സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാനിത് തുടക്കത്തിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഒരു കുടുംബം നല്ല സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ആ കുടുംബത്തിലെ ആളുകൾ അവരുടെ ഉത്തരവാദിത്തം അമാനത്ത് നിർവഹിക്കുന്നുണ്ട്. ആ അമാനത്തെങ്ങാനും നിർവഹിക്കുന്നിടത്ത് ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ, അത് കുടുംബനാഥനാവട്ടെ അല്ലെങ്കിൽ കുടുംബനാഥയാവട്ടെ, ഏതെങ്കിലും മക്കളാവട്ടെ മാതാപിതാക്കളാകട്ടെ, ആര് വീഴ്ച വരുത്തിയാലും ആ കുടുംബം പ്രതിസന്ധിയിലാകും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ സമാധാനവും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഒരുപക്ഷെ ഇന്നു രാവിലെ എന്നോടൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഞാൻ സുബഹിക്ക് നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഒരു കുടുംബം ഒരു കുട്ടിയെയും കൊണ്ടുവന്നിരിക്കും. എനിക്ക് സംസാരിക്കാൻ പോലും ശബ്ദമില്ല. പക്ഷെ തേടി വന്ന ഒരാളെ മടക്കി വിടണ്ടെന്ന് വിചാരിച്ച് മാത്രം ഞാൻ അവരോട് സംസാരിച്ചു. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു കുട്ടിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ കുട്ടിയുടെ കൂടെ വന്ന മാതാപിതാക്കളുടെ മുഖമാണ്. നിക്കാബിട്ട് സംസാരിക്കുമ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒരു കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ. ഒരു കുട്ടി അല്പം ഉത്തരവാദിത്തക്കുറവ് കാണിച്ചാൽ കുടുംബം കണ്ണീരിലായി. അധ്വാനിച്ചു കൊണ്ടുവരുന്ന കുടുംബനാഥൻ നിരുത്തരവാദിയാകണമെന്നില്ല. ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ എന്നും വീടിൻ്റെ തണലായി നിൽക്കുന്ന ഒരു കുടുംബനാഥ അല്പം അശ്രദ്ധയായാൽ ആ കുടുംബത്തിൻ്റെ സമാധാനമില്ലാതെയായി. കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന ഒരു മകൾക്ക് ഒരല്പം അശ്രദ്ധ വന്നാൽ കുടുംബം കണ്ണീരിലായി. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് ഒരു കുടുംബത്തിൽ. അമാനത്ത് എന്ന് പറയുമ്പോൾ തന്നെ അമാനത്തിൻ്റെ നിർവഹണത്തിലൂടെ മാത്രമേ ഒരു കുടുംബം ഏറ്റവും നന്നായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആധുനികമായ കുടുംബ ജീവിതത്തെ തകരാറിലാക്കുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഒന്നാമത്തത് തിരക്കാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, ആർക്കും ഒഴിവില്ല എന്നാണ്.
അടുക്കളയിൽ കയറുന്ന ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക് എപ്പോഴാണ് ഒന്ന് വിശ്രമിക്കാൻ സമയം? നിങ്ങളൊരു വീട്ടിൽ അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾ അവിടെ വൃത്തിയാക്കാനും അവിടെ പാചകം ചെയ്യാനും രാവിലെ മാക്സി മാറ്റി ഇറങ്ങിയാൽ അവർക്ക് വിശ്രമമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പല വീട്ടമ്മമാരും രോഗികളായത്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ വിശ്രമമോ ഉറക്കമോ നൽകാതെ രോഗികളായവരാണ് നമ്മുടെ സഹോദരിമാരിൽ അധിക പേരും. അവരാരും മറ്റു കാരണങ്ങളല്ല അവർക്ക് അസുഖമുണ്ടാവാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓർക്കും നേരമില്ല. ഇനി എപ്പോഴെങ്കിലും കുറച്ച് നേരം കിട്ടിയാൽ തന്നെ നമ്മളെല്ലാവരും മൊബൈലിലാണ്. എവിടെ ചെന്ന് നമ്മൾ നോക്കിയാലും എല്ലാവരും തലതാഴ്ത്തി മൊബൈലിൻ്റെ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടപഴകാനും വർത്തമാനം പറയുവാനും സമയം കിട്ടാത്ത ഒരു കുടുംബത്തിൽ എല്ലാം തകരാറിലാകും. ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല. എന്തായാലും ഒന്ന് നമുക്കറിയില്ല. എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്തെന്ന് എനിക്കറിയണമെങ്കിൽ അവളോട് സംസാരിച്ചേ പറ്റൂ. നമ്മളെല്ലാവരും ഊഹങ്ങളിലാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ മനസ്സെന്തെന്ന് അറിയില്ല. ഭാര്യ എന്താണ് അനുഭവിക്കുന്നതെന്ന് അറിയില്ല. അത് അവൾക്ക് പറയാൻ, അയാൾക്ക് പറയാൻ സമയം വേണ്ടേ സുഹൃത്തുക്കളെ? ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ഞായറാഴ്ചയിൽ നിന്ന് ഒരു ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസങ്ങളെയും എടുത്ത് പരിശോധിക്കൂ. നിങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷത്തോടുകൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയമേതാണ്? അങ്ങനൊരു സമയം നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞങ്ങൾ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയും എപ്പോഴും മീറ്റിംഗ് ആണ്. സത്യമാണ്, എല്ലാ ദിവസവും മീറ്റിംഗ് ആണ്. ജീവിതത്തിലെ ബഹുഭൂരിപക്ഷവും സമയവും മീറ്റിംഗ് ആണ്. എന്തിനാണ് മീറ്റിംഗ്? ആശയവിനിമയങ്ങൾ നടക്കാതെ ഒരു സംഘടനക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. നിങ്ങളുടെ വീട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആശയവിനിമയം നടത്തണ്ടേ? എന്തെല്ലാം നിങ്ങൾക്ക് പറയാനുണ്ട്, എന്തെല്ലാം കൈകാര്യം ചെയ്യാനുണ്ട്, അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വർത്തമാനം പറയാൻ സമയം വേണം. അതുകൊണ്ട് പല സഹോദരിമാരും പീസ് റേഡിയോയിലേക്കാണ് അയക്കണത് അവരുടെ സങ്കടങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഭർത്താവില്ലേ? ഭർത്താവുണ്ട്, അയാളുടെ പറയാൻ സമയമില്ല, കേൾക്കാൻ അയാൾക്ക് ഒഴിവില്ല, എനിക്ക് അയാളോട് പറയാൻ സാധ്യവുമല്ല എന്നാണ്. ഒരു കുടുംബം പ്രതിസന്ധിയിലാകാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് വേണ്ടത്? വളരെ മാന്യനായി നല്ല താടി വെച്ച് നിസ്കാരത്തയമ്പുള്ള ഒരു മാന്യനായ സുഹൃത്ത് പ്രവാസിയാണ്. അദ്ദേഹത്തെ ടിക്കറ്റ് എടുപ്പിച്ച് കുടുംബം നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. എന്തിനാ അയാൾ നാട്ടിൽ വന്നത്? വളരെ സുന്ദരിയായ സുമുഖിയായ സ്വഭാവ ഗുണങ്ങളുള്ള ഏറ്റവും ദീനിയായ ഒരു ഭാര്യ അയാൾക്കുണ്ട്. എന്നിട്ട് ഏതോ ഒരു വിദേശി പെണ്ണിന് അശ്ലീല മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു ഭാര്യ കൂടെയുണ്ടായി, അവൾ എല്ലാ നിലക്കും അയാളുടെ മുമ്പിൽ ബെഡ്റൂമിൽ അണിഞ്ഞൊരുങ്ങി അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറായിട്ടും അവളുടെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ നോക്കാൻ തൊട്ടു മുമ്പിൽ അവസരമുണ്ടായിട്ടും അയാൾ എന്തിനാണ് എവിടെയോ കിടക്കുന്നൊരു വേശ്യയെ തേടി മെസ്സേജ് അയക്കുന്നത്? കച്ചവട തിരക്കിനിടയിൽ അവളെ കാണാൻ അയാൾക്ക് സമയമില്ല. അവളെ കാണാൻ അയാൾക്ക് സമയമില്ല. ഡ്രൈവ് ചെയ്യുന്ന കാറിൻ്റെ സ്ക്രീനിലാണ് അയാൾ അശ്ലീലങ്ങൾ കാണുന്നത്. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനം എല്ലാറ്റിനും സമയം വേണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ പ്രേമിക്കുന്നവർക്കൊക്കെ ഒരു ദിവസം എത്ര മണിക്കൂർ വേണം സംസാരിക്കാൻ? അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ഇവർക്ക് ഇത്ര പറയാൻ? അവരുടെ സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ട് സംസാരിക്കാൻ അവസരമില്ലാത്തതാണ് ഇന്നത്തെ ആധുനിക കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി സഹോദരങ്ങളെ, പുതിയ കാലഘട്ടത്തിൽ എന്താണ് പ്രശ്നം? ടെൻഷനാണ് എല്ലാവരെയും പ്രശ്നം. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, ടെൻഷൻ മാറാൻ ഒരു ഗുളികയില്ല, ഒരു മരുന്നുമില്ല, ഒരു പരിഹാരമില്ല. ഒരു പുരുഷൻ്റെ ടെൻഷൻ മാറ്റാൻ ഒരു സ്ത്രീക്കേ പറ്റൂ. ഒരു സ്ത്രീയുടെ ടെൻഷൻ മാറ്റാൻ ഒരു പുരുഷനേ പറ്റൂ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതെൻ്റെ വാക്കുകളല്ല സുഹൃത്തുക്കളെ, അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ സൃഷ്ടിപ്പാണ്. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ. പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെ പറയുമ്പോൾ അള്ളാഹ് പറയാണ്, വമാ ഖലഖൽ ദകറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച
ആ മഹൽ ശക്തി തന്നെയാണ് സൃഷ്ടി. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം പറയാൻ അല്ല ചൂണ്ടിക്കാണിക്കുന്നത് ആണിനെയും പെണ്ണിനെയും. ആ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉള്ളിലും പുറത്തുമുള്ള ആ സൃഷ്ടി സംവിധാനം അത് ഭയങ്കരമാണ് സുഹൃത്തുക്കളെ. ഒരു പെണ്ണിനോടാണ് സംസാരിച്ചാൽ മനസ്സിലുള്ളതെല്ലാം തീരും. ആദ്യ രാത്രി ഓർമ്മയുണ്ടോ വിവാഹം കഴിച്ചവർക്ക്? ആദ്യത്തെ രാത്രിയിൽ എന്താ ചെയ്യുക സുഹൃത്തുക്കളെ? സംസാരിക്കുക ചെയ്യുക. നേരം വെളുക്കുവോളം ലൈറ്റ് അണക്കാതെ പറയും. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒരാളെ കാത്തിരിക്കുകയായിരുന്നു ഈ നാൾ വരെ. ഈ 19 വയസ്സ് വരെ വാപ്പയോടും ഉമ്മയോടും പറഞ്ഞ് സമാധാനം തേടാൻ പറ്റാത്ത ചില വർത്തമാനങ്ങൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അത് പറയാൻ ഒരു പുരുഷൻ വരാൻ. അതാണ് വിവാഹത്തിന്റെ ആദ്യ രാത്രി സംഭവിക്കുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. നമുക്കൊരു പെണ്ണിനെ, ഒരു ഇണയെ സൃഷ്ടിച്ചു തന്നത് എന്തിനാണെന്നറിയോ? സമാധാനമുണ്ടാകാൻ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഭാര്യയിൽ നിന്ന് സമാധാനം കിട്ടുന്നുണ്ടോ? സഹോദരിമാരെ, നിങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് സമാധാനം കിട്ടും? എവിടെ നിന്നും സമാധാനം കിട്ടില്ല. അവിടെ നിന്ന് സമാധാനം കിട്ടുള്ളൂ. എങ്ങനെയാ സമാധാനം കിട്ടുക? സംസാരിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, പരസ്പരം കണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്ന് എത്ര ടെൻഷനുണ്ട്, ഇന്നത്തെ ഒരു ദിവസം എത്ര ടെൻഷനുണ്ട് സുഹൃത്തുക്കളെ. അതൊക്കെ ഇന്ന് രാത്രി പോയാൽ പറയും. അതൊക്കെ പറഞ്ഞിട്ടേ ഞാനും ഭാര്യയും ഉറങ്ങൂ. ട്രാഫിക്കിലുണ്ടായ ചെറിയൊരു ട്രാഫിക് ജാം പോലും പറയും. ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചപ്പോൾ അതിൽ കൂടിയ മധുരത്തെക്കുറിച്ച് പോലും പറയും. അതിന്ന് പറഞ്ഞു തീർത്താലേ ഇന്നു രാത്രി സമാധാനത്തോടെ ഉറങ്ങാനാവൂ. അല്ലാഹു തന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിറങ്ങുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഒരു റൂമിൽ ഉറങ്ങാത്തവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഭർത്താവ് വീട്ടിൽ വന്നില്ലെങ്കിലെന്ന് ആശിക്കുന്നവരില്ലേ വീട്ടിൽ? എന്തുകൊണ്ട് സംഭവിച്ചു സുഹൃത്തുക്കളെ? ആശയവിനിമയങ്ങളില്ല, തിരക്കാണ് നമുക്ക്, കയ്യിലെപ്പോഴും മൊബൈലാണ് നമുക്ക്. മാറിയില്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് നഷ്ടമാകും. അല്ലാഹു തന്ന മഹാനുഗ്രഹം അനുഭവിക്കാത്ത ഹതഭാഗ്യരാകും നമ്മൾ. അതുകൊണ്ട് ഇന്നാരംഭിക്കേണ്ടത് നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കുവാനുള്ള സമയം. അത് ബുധനാഴ്ച ഞാൻ കട കുറച്ച് നേരത്തെ അയക്കും. ഞായറാഴ്ച എനിക്ക് ഫ്രീ ആണ്. എന്ത് തിരക്കുണ്ടെങ്കിലും 3 മണിക്ക് ഞായറാഴ്ച ഞാൻ വീട്ടിലെത്തും. രാത്രി 9 മണി വരെ നീ പറയുന്നിടത്ത് വാഹനമെടുത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നമുക്ക് അന്യോന്യം പറയാൻ, ബഹളമില്ലാതെ, തർക്കമില്ലാതെ, സംവാദങ്ങളില്ലാതെ, തോൽപ്പിക്കാനാവാതെ മനസ്സ് തുറന്നു പറയാൻ ഒരവസരം വേണം. അതാണ് സുഹൃത്തുക്കളെ ആധുനിക കുടുംബങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഞാനിത് വെറുതെ പറയല്ല, ഇത് വെറുതെ പറയും. 20 കൊല്ലം കഴിഞ്ഞിട്ട് പരാജയപ്പെട്ട ദാമ്പത്യത്തെക്കുറിച്ച് പറയാൻ അവർ രണ്ടുപേരും വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്കധികം പറയണ്ട. ഞാൻ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി. അവിടെ നമ്മളൊരു റഫറിയുടെ പണിയാണ് എടുക്കുന്നത്. അവർ സംസാരിക്കുമ്പോൾ എവിടെ പിഴക്കുന്നുവോ അവിടെ നമ്മൾ ബ്രേക്ക് ഇടും. എന്നിട്ട് അവളോട് പറയാൻ പറയും. അവൾ തോരാത്ത കണ്ണീരോടുകൂടെ മണിക്കൂറുകൾ അവളുടെ കഥകൾ പറയും. എന്ന് മുതൽ വിവാഹം കഴിച്ച ആദ്യ സൽക്കാരം മുതൽ 18 വയസ്സുള്ള മോളുമായുള്ള ബന്ധം വരെയുള്ള കഥകൾ 1 മണിക്കൂർ കൊണ്ട് അവൾ പറഞ്ഞു തീർത്തു. 20 കൊല്ലം അവർക്ക് പറയാൻ പറ്റാത്തത് ഒരു മധ്യസ്ഥനെ കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു തീർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഇവളുടെ മനസ്സിൽ ഇത്രത്തോളം വിഷമമുണ്ടായിരുന്നു എന്ന് അറിയാൻ എനിക്ക് സാധിച്ചല്ലോ ഇന്ന് എന്ന് അയാൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, തിരക്ക് പിടിച്ച നമ്മൾ 1 മണിക്കൂർ കൊടുക്കേണ്ടി വന്നു അവർക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ. അവിടെയാണ് പ്രശ്നം. മനസ്സ് തുറന്ന് സംസാരിക്കാത്ത ഒരു ബന്ധങ്ങളിലും ഒരു ദാമ്പത്യം നിലനിൽക്കുന്നില്ല, സമാധാനം നിലനിൽക്കുന്നില്ല, സന്തോഷകരമായൊരു ലൈംഗികത പോലും നിലനിൽക്കുന്നില്ല. നിങ്ങൾക്കറിയോ, ഏതെങ്കിലും അശ്ലീലമായ പോൺ സൈറ്റുകൾ കണ്ട് അവസാനം തൻ്റെ വികാരത്തിൻ്റെ അവസാനം കുറിപ്പിക്കാൻ വേണ്ടി മാത്രം ഭാര്യയുടെ മുഖത്ത് പോലും നോക്കാതെ മൃഗതുല്യമായി ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഏറ്റവും വൈകൃത രൂപങ്ങളായി മാറിയിരിക്കുന്നു ഇന്നത്തെ ലൈംഗികത. അതല്ല സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ ലൈംഗികത. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം പറയുന്ന തമാശകൾ,
നാം പറയുന്ന സംസാരങ്ങൾ, ഇഷ്ടവർത്തമാനങ്ങൾ അങ്ങനെ മനസ്സടുക്കുമ്പോൾ രാത്രി ഒന്നിച്ചാവാൻ കൊതിക്കുന്നു. ആ കൊതിയിൽ നിന്നാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള താല്പര്യം ജനിക്കുന്നത്. എന്നും കാണുന്ന ഭാര്യയെ, എന്നും അനുഭവിക്കുന്ന ഭർത്താവിനെ കാണുമ്പോൾ നമുക്ക് വികാരമുണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ്. വജഅല ബൈനക്കും മവദ്ദതം വറഹ്മ. വിവാഹം കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ ബന്ധങ്ങളിലും സ്നേഹത്തിന്റെ പുതിയ പുതിയ അവസരങ്ങളാണ്. വിവാഹാനന്തരമുള്ള ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും സ്നേഹത്തെ പുതുക്കുവാനുള്ള പുതിയ അവസരങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സമയം വേണം. ആ സമയം ഇന്നു നിങ്ങൾ നിശ്ചയിക്കണം. ഇന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ചർച്ച ആഴ്ചയിൽ എനിക്കും നിങ്ങൾക്കും മനസ്സ് തുറന്നു പറയാൻ എപ്പോഴാണ് ഒരു സമയം നിശ്ചയിക്കുക. ആ സമയം നിശ്ചയിക്കാൻ തിരക്കുള്ള മൗലവിമാർക്കും തിരക്കുള്ള ബിസിനസ്സുകാർക്കും എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ, ഗൾഫിലും നാട്ടിലും ജീവിക്കുന്നവർക്കെല്ലാം അങ്ങനെ ഒരു സമയമില്ലെങ്കിൽ, സുഹൃത്തുക്കളെ, സമാധാനപൂർണമായ ഒരു ദാമ്പത്യം മുന്നോട്ട് പോകാതെ വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആധുനികമായ കുടുംബത്തെ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം, ആരും ഒന്നും സഹിക്കാൻ തയ്യാറല്ല. എല്ലാവർക്കും സുഖം വേണം. ഒരു റിസ്ക്കും എടുക്കാൻ ആരും തയ്യാറല്ല. സുഹൃത്തുക്കളെ, ഏൽക്കാതെ, സഹിക്കാതെ, അധ്വാനിക്കാതെ നമുക്ക് എങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം നേടാനാവും? ഇന്ന് അങ്ങനെയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും. നമ്മൾ ആരെങ്കിലും കുറച്ച് നടക്കലുണ്ടോ സുഹൃത്തുക്കളെ? എല്ലാവരുടെ വീട്ടിലും സ്കൂട്ടറാണ്. നമ്മളൊക്കെ പ്രമേഹ രോഗികളാണ്, കിഡ്നി രോഗികളാണ്. ഒരു വ്യായാമവും ഇല്ലാത്ത ജീവിതം. എന്തേ? ഒരു 20 മിനിറ്റ് വ്യായാമം രാവിലെ ചെയ്യാനുള്ള അധ്വാനത്തിലുള്ള മനസ്സ്. ഒന്നും ചെയ്യണ്ട, കൈക്കോട്ടിടക്കണ്ട, കിളക്കണ്ട, ഒന്നും വേണ്ട. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒന്നു രാവിലെ അത്ര പോലും മെനക്കെടാൻ തയ്യാറില്ലാത്ത ഒരു കുടുംബ ജീവിതത്തിൽ ആരും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യില്ല. പ്രായമായവർ മരിക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ടും അവരെ പരിചരിച്ചിട്ടും ക്ഷീണിച്ചു. ആരും ഒന്നും ഏറ്റെടുക്കില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടന്നെ എന്താണ് അറിയുങ്ങൾ? കുറച്ച് സഹിക്കണം എന്നാണ്. ദുനിയാവിലെ സുഖങ്ങൾക്കപ്പുറം ചില സുഖങ്ങളെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ വതമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ദുനിയാവിലെ സുഖങ്ങൾ മാത്രം. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമല്ല. അങ്ങനെ ദുനിയാവ് മാത്രം, അവിടുത്തെ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. ഇഹലോക ജീവിതത്തെ മാത്രം ഇഷ്ടപ്പെടുന്നവർ അവർക്ക് നരകാന്നാ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇത് കുറച്ച് സഹിക്കാനുള്ള ലോകമാണ്. ഇവിടെ കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം. എന്തേ കെട്ടിച്ച പെൺകുട്ടി ഒരാഴ്ച പോലും നിൽക്കാതെ പോന്നത്? എന്തേ പോന്നത്? അവൾ ഒന്നും സഹിക്കാൻ തയ്യാറല്ല. അതാണ് ആധുനിക യുഗത്തിലെ മരുമകൾ. അതാണ്, അവൾക്കൊന്നും സഹിക്കാൻ റെഡിയല്ല. ഉമ്മാർക്ക് അറിയില്ലേ സുഹൃത്തുക്കളെ? 21 വയസ്സായിട്ടും അടുക്കളയിൽ നിങ്ങൾ ശ്വാസം കിട്ടാതെ നിന്നപ്പോഴും ഉമ്മയുടെ അരികത്തൊന്ന് വന്ന് ഒന്ന് കൂടിത്തരാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൾ അങ്ങനെയൊക്കെ ഒന്ന് സഹായിച്ച് ഒരു വീടിൻ്റെ ഭാഗമാകണമെന്ന് നിങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. അവൾ ഡോക്ടറാകട്ടെ, അവൾ എഞ്ചിനീയർ ആകട്ടെ. ഡോക്ടറായാൽ അവൾക്കൊരു ചായ ഉണ്ടാക്കണ്ടേ സുഹൃത്തുക്കളെ? എഞ്ചിനീയർ ആയാൽ അവൾക്ക് അവളുടെ ഒരു കർച്ചീഫ് അലക്കണ്ടേ? ജീവിതത്തിൽ ഇതൊക്കെ ഒരു ആവശ്യമല്ലേ? അതുകൊണ്ട് എന്താ അറിയങ്ങൾ, ഒരു ഭർത്തൃ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അന്യയായിട്ടാണ് കയറി ചെല്ലുക. കാരണം ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ എന്ന് പറഞ്ഞാൽ അവൾക്കിവൾ ഒരാൾ, അല്ലാതെ ആരാ? അവരുമായൊരു രക്തബന്ധമല്ല, ഒരു സ്നേഹബന്ധമല്ല. അതുകൊണ്ട് കയറി വരുന്ന മരുമകളെ ഒരു ബന്ധത്തിലും കാണാൻ ഇന്ന് പലപ്പോഴും അമ്മായിമാർക്കും അമ്മോശന്മാർക്കും പറ്റൂല. അപ്പം എന്താ സംഭവിക്കുക അറിയങ്ങൾ? ഇവളോട് പെരുമാറുമ്പോൾ ഒരു മാനസിക ബന്ധം ഉണ്ടാവില്ല. അവൾ കുറച്ച് പണിയെടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് അവളെ കാണാൻ പറ്റൂല. അവൾക്ക് എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും ആ വീട്ടിൽ? എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും സുഹൃത്തുക്കളെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആ വീട്ടിൽ? അതുകൊണ്ട്
ഒരാഴ്ച പോലും തികയാതെ നല്ല സൗന്ദര്യവും ദീനും വിദ്യാഭ്യാസവുമുള്ള പെൺകുട്ടികൾ വിധവകളായി നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നു. അവർക്ക് പറ്റുന്നില്ല ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ, ഭർത്തൃ വീട്ടിലൊന്ന് താമസിക്കാൻ. ഇത് പെൺകുട്ടികളുടെ മാത്രം പ്രശ്നമല്ല. ഇനി കല്യാണം കഴിഞ്ഞ ആൺകുട്ടികളെ നോക്കി നിങ്ങൾ, അവരിങ്ങനെ നടക്കണം അന്തം വിട്ട്. ജോലിയില്ല, വരുമാനമില്ല. ഭാര്യയുടെ പ്രസവം അത് പെൺവീട്ടുകാർ നടത്തും. ഇനി അവന് വീട് വേണോ, വാപ്പ സ്ഥലം വാങ്ങും. എല്ലാം നടക്കും. 40 വയസ്സായാലും അവൻ്റെ കാര്യങ്ങൾ നടത്താൻ വാപ്പയുണ്ട്, അമ്മോശനുണ്ട്, അമ്മായിയുണ്ട്. പുതിയ കാലം. അതുകൊണ്ട് വെറുതെ അങ്ങനെ ഒരു മൊബൈൽ കൊടുത്ത് നടക്കുക. ഒരു ജോലി വേണമെന്നില്ല, അധ്വാനിക്കണമെന്നില്ല. നമ്മുടെ പെൺകുട്ടികളുടെ കണ്ണീരെന്താണ് നിറങ്ങൾ? കല്യാണം കഴിഞ്ഞു, വാപ്പയെ ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നല്ല സുഖത്തിൽ ജീവിച്ച പല പെൺകുട്ടികൾക്കും ഒരു കർച്ചീഫ് വാങ്ങാൻ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇന്നർ വെയർ വാങ്ങാൻ പോലും വാപ്പയോടും ഉമ്മയോടും ചോദിക്കേണ്ട ദുരവസ്ഥ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫല്ലലല്ലാഹു ബഅ്ലുഹും അലാ ബഅ്ൽ. പുരുഷന്റെ പണി എന്താ? വബിമാ അൻഫഖു മിൻ അംവാലിഹിം. ധനം ചെലവഴിക്കാത്ത ഒരു പുരുഷനും ഭർത്താവായി നിലനിൽക്കാനാവില്ല, ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ വീട്ടു ചെലവ് നിങ്ങൾക്ക് നടത്താൻ കഴിയുമെങ്കിൽ ആ വീട് നിങ്ങൾക്ക് ഭരിക്കാനാവും. അതുകൊണ്ട് പണിയില്ലാതെ വീട്ടിലിരിക്കണ കുടുംബനാഥന്മാരുണ്ടല്ലോ, അവരെ കൊണ്ട് ഒരു സ്വൈരവും ആ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കിട്ടൂല. എന്താ അവർക്ക് മനസ്സിക്ക് ഇങ്ങനെ തോന്നും, ഞാൻ ചെലവാക്കാത്തത് കൊണ്ട് എനിക്കൊരു ബഹുമാനമല്ല. ആ ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്യാന്ന് പറയുന്നത്, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഭാര്യ മക്കളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ഞാൻ വെറുതെ പറയണതല്ല. അധികാരം സ്ഥാപിക്കാൻ അവൻ എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അധ്വാനിക്കണം. അധ്വാനിച്ച പണം കൊണ്ട് തൻ്റെ കുടുംബത്തെ നോക്കണം. അങ്ങനത്തെ ഒരു പുതിയ തലമുറ ഉണ്ടാക്കാൻ ആൺകുട്ടികളുടെ രക്ഷിതാക്കളെ നിങ്ങൾ പരിശ്രമിക്കണം. കല്യാണത്തിന് മഹർ നിങ്ങൾ വാങ്ങിക്കൊടുക്കരുത്, അവനുണ്ടാക്കട്ടെ. സഹായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അവനുണ്ടാക്കട്ടെ. വിവാഹത്തിന് ചെലവൻ വഹിക്കട്ടെ. എന്താ അറിയോ, ഭാര്യ കുറച്ച് തെറ്റുമ്പോഴേക്കും അവളെ ഒഴിവാക്കി വിടൂല. അവനൊരു ഓർമ്മ ഉണ്ടാകും, അതെ അന്നത്തെ ഓഡിറ്റോറിയത്തിൻ്റെ വാടക ഞാനാ കൊടുത്തത്, അന്നത്തെ 5 പവൻ മഹർ ഞാനാ കൊടുത്തത്. ഇന്ന് എന്താ സുഹൃത്തുക്കളെ, എന്നെ കൊണ്ട് കഴിയൂല എന്നാണ്, എന്നെ കൊണ്ട് കഴിയൂല പറയാൻ എന്താ ചെലവ്? ചിലപ്പോൾ നമ്മുടെ തന്നെ മനസ്സിൻ്റെ ആത്മരോഷം പതക്കും. എന്താ നല്ല നല്ല പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇനി പറ്റൂല എന്നാണ് പറയാ. പിന്നെ ഒരു ബന്ധമില്ല. ഇതൊക്കെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? അവനൊരു ചിലവുമില്ല, എല്ലാം ഭാര്യ വീട്ടുകാർ വഹിക്കും, അവൻ്റെ വീട്ടുകാർ വഹിക്കും. ഈ സംസ്കാരം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ? ഞാൻ വിവാഹം കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നു നിന്റെ കയ്യിൽ മഹറും എന്ന് നിനക്ക് കൊടുക്കാൻ സുഹൃത്തുക്കളെ വിളിക്കാൻ കാശുണ്ടാകുന്നുവോ അന്നു നിനക്ക് കല്യാണം കഴിക്കാമെന്നാണ് എൻ്റെ പിതാവ് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, മരണപ്പെട്ടു പോയി. അത് അന്ന് എനിക്ക് പ്രയാസമായി തോന്നിയെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പ്രയാസങ്ങളും ഉണ്ടായാലും കൂടെ നിർത്തി കൊണ്ടുപോകണം. അതെൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ മഹറിന് വലിയൊരു പങ്കുണ്ട്. ആ തൂഹുന്ന ഉജൂറഹുന്ന, രാത്രി അവളോടൊപ്പം ഉറങ്ങണമെങ്കിൽ ആ മഹർ കൊടുത്തിരിക്കണം. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം എഴുതിയത് ഞാൻ വായിച്ചു. നിങ്ങൾ എന്തിനാണ് ഈ മഹർ കൊടുക്കുന്നിടത്ത് ലാളിത്യം പ്രസംഗിക്കുന്നത്? കൊടുക്കട്ടെ ഇവന്മാർ മഹർ. 10 പവനും 20 പവനും കൊടുക്കുമ്പോഴേ ഒരു പെൺകുട്ടിയുടെ വില അവന് മനസ്സിലാകൂ എന്നെഴുതി. അതുകൊണ്ട് ഒരുപക്ഷെ പെൺകുട്ടികൾ മഹർ പറയണം. ആ മഹർ അവർക്ക് ആവശ്യപ്പെടാനും ചോദിക്കാനും അധികാരമുണ്ട്. ഞാൻ വിവാഹം പ്രതിസന്ധിയിലാക്കണം, പഴയ സ്ത്രീധനം പോലെ എന്ന അർത്ഥത്തിലല്ല. ഇതിനൊക്കെ ഒരു നിലയും വിലയും വേണം. കല്യാണം കഴിക്കുന്നത് താൻ അറിയുക പോലും ചെയ്യാതെയാണ്. എനിക്കൊരിക്കൽ ഒരു പ്രയാസമുണ്ടായി. ഞാനൊരു വിവാഹത്തിന് ഖുതുബയ്ക്ക് വേണ്ടി ചെന്നതാണ്. നിക്കാഹ് ഖുതുബയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും റെഡി, വരനെ കാണുന്നില്ല, കസേര കാലി. അപ്പം ഞാൻ ചോദിച്ച് അയാൾ എവിടെ? അയാൾ വളരെ കൂളായി അപ്പുറത്തുനിന്ന് സുഹൃത്തുക്കളോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അയാൾക്ക് ആ നിക്കാഹിൻ്റെ പ്രാധാന്യം അറിയില്ല, മഹത്വം അറിയില്ല, ഒന്നും അറിയില്ല. ഒരു 10 മിനിറ്റല്ലേ നിക്കാഹ് ഖുതുബ. ആ സമയത്ത് ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർവഹിച്ചത് ഒരു 19 വയസ്സുള്ള ഒരു പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ ഞാനൊരു പ്രതിജ്ഞ ചെയ്യുന്നു എന്ന ബോധത്തോടുകൂടെ
കൈ വിറച്ചുകൊണ്ട് ഏറ്റെടുക്കണം. എന്തേ? അവളെ ഏറ്റവും കരടായി വളർത്തിയ പിതാവ് അവന് കൈമാറുമ്പോൾ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ഏതോ അലബലാദികളുടെ കൂടെ നടന്നു വന്ന് അവനോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അവൻ വിളിച്ച് കസേരയിലേക്ക് കയറ്റിയിരുത്തുന്നത് വരെ അവന്റെ വിവാഹമാണെന്ന് പോലും അവന് ബോധമില്ല. ഇതാണ് പുതിയ തലമുറയിലെ പുതിയാപ്പിളമാർ. സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മുടെ മക്കളെ ഏൽപ്പിക്കും? എങ്ങനെ നമ്മുടെ മക്കളെ വിശ്വസ്തയോടെ ഏൽപ്പിക്കും? നാളെ മുതൽ അതൊക്കെ കൊണ്ടുനടക്കാൻ നമുക്ക് വേണം. ഒരു സമ്പന്നൻ ഇന്നും എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. അയാൾ വലിയ വലിയ സമ്പന്നനാണ്, ഗൾഫിലെ വലിയ ബിസിനസ്സുകാരനാണ്. പക്ഷേ അയാളുടെ സങ്കടം മോളെ കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താവിനെ കുറിച്ചാണ്. ഒന്നിനും പറ്റാത്തവൻ, ഒരു ജോലിയും ചെയ്യാത്തവൻ. അവനൊരു ജോലി ഉണ്ടാകാൻ അയാൾ കോടികൾ മുടക്കി. എന്നിട്ട് ആ കോടികൾ പോയതിൽ ഒരു വിഷമവുമില്ലാതെ ഇന്നും നിരുത്തരവാദിയായി ജീവിക്കുന്ന ഒരു മരുമകനെ കുറിച്ച് അയാൾ എന്തും എന്നോട് പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹിക്കാനുള്ള മനസ്സ്, അത് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ്. ആധുനിക കുടുംബത്തിലെ അംഗങ്ങൾക്കില്ലാത്തത് അതാണ്. അതില്ലെങ്കിൽ എന്താ നിങ്ങൾ, നമുക്കൊക്കെ പ്രായമായ മനസ്സിലാവുന്നത്. ഈ മക്കളെയൊക്കെ എങ്ങനെ വളർത്തിയാൽ പ്രായമായാൽ ഒരു 2 ദിവസം നമ്മൾ കടന്നാൽ മതി, അവർക്കത് സഹിക്കാൻ പറ്റൂല. അവർക്കത് ശീലമല്ല, അവർക്കത് ശീലമില്ല. നമ്മൾ അടിച്ചു കൊടുത്ത പെട്രോള് അടിച്ചു വെച്ച കാറിന്റെ താക്കോലെടുത്ത് പോകുന്നതിലപ്പുറം അവർക്കൊന്നും ശീലമില്ല. നമ്മുടെ ATM കാർഡ് കയ്യിൽ വെച്ച് പണം പിൻവലിക്കുന്നതിലപ്പുറം അവർക്കൊന്നും അറിയില്ല. നമ്മൾ പണം മുടക്കിക്കൊടുത്ത ബിസിനസ് സ്ഥാപനത്തിന്റെ ക്യാഷിന്റെ ചെയറിൽ ഇരിക്കുന്നു എന്നതിലപ്പുറം അവർക്ക് മറ്റൊരു വിവരവുമില്ല. ഇങ്ങനത്തെ ഒരു തലമുറയെ ദയവ് ചെയ്ത് വളർത്തരുതേ സഹോദരങ്ങളെ. അത് തീർച്ചയായും നാം വലിയ പ്രതിസന്ധിയിലേക്ക് പുതിയ തലമുറ പോകും. അതാണ് ആധുനിക കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് മാതാപിതാക്കളോടാണ്. പുതിയ തലമുറയിലെ മാതാപിതാക്കളോടും ചിലത് പറയാനുണ്ട്. ഏറ്റവും പ്രധാനം എന്താണ് അറിയെങ്കിൽ, കുട്ടികളൊപ്പം നിങ്ങൾ ഉണ്ടാവണം, കുട്ടികളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഇന്ന് കുട്ടികളെ മുഴുവൻ നോക്കുന്നത് ആരാണ് അറിയെങ്കിൽ, ആരറിയോ? വല്യന്മാരാ നോക്കണം. നിങ്ങളെല്ലാ വീട്ടിലും പോയി നോക്കി, വല്യന്മാരാ നോക്കണം. 2 വയസ്സായ കുട്ടി മുറ്റത്ത് കളിക്കുമ്പോൾ ചോദിക്ക്, ഇവിടെ അമ്മ എവിടെയാണ്? ഓള് സ്കൂൾ പോയതാണ്, കോളേജിൽ പോയതാണ്, ഓഫീസിൽ പോയതാണ്. ഞാൻ ജോലിക്കെതിരല്ല സഹോദരങ്ങൾ, ജോലി ചെയ്തോളൂ, സമ്പാദിച്ചോളൂ ഇസ്ലാമിക മര്യാദയിൽ നിന്ന്. പക്ഷേ സഹോദരി സഹോദരന്മാരെ, രാവിലെ ആ പിഞ്ചു പൈതൽ എഴുന്നേറ്റ് വരുമ്പോൾ ആ കുട്ടി ഉമ്മയെ കണ്ടിട്ടേയില്ല. കുട്ടി എഴുന്നേൽക്കുന്നത് 9 മണിക്കാണ്, ഉമ്മ 8 മണിക്ക് ഇറങ്ങി. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മയെ കാണാത്തൊരു പിഞ്ചു പൈതലിന്റെ മനസ്സ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. രാത്രി ഉറങ്ങുമ്പോൾ ആ തലയിൽ വിരലോടിച്ച് മക്കളെ ഉറക്കാൻ ഭാഗ്യമുള്ള എത്ര ഉമ്മമാരുണ്ടിന്ന്, എത്ര ഉമ്മമാരുണ്ടിന്ന്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ. അല്ല എന്തേ വസിയത്തൊക്കെ ചെയ്യാൻ, എന്തേ വസിയത്തൊക്കെ ചെയ്യാൻ? ഉമ്മക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കളെ മക്കളെ വളർത്താൻ. ഉമ്മക്ക് വെറുതെ കൊടുത്തതല്ല പരിഗണന, ഉമ്മക്ക് വെറുതെ കൊടുത്തതല്ല പരിഗണന. ഉമ്മക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട്. ഗർഭകാലഘട്ടത്തിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ശ്വാസമെടുക്കാൻ പോലും വഹ്നൻ അലാ വഹ്ൻ. അതുകൊണ്ടേ ഉമ്മാര് കഷ്ടപ്പെട്ടേ പറ്റൂ. അതിനത്ര പ്രതിഫലമുണ്ട്, അത്ര ആദരവുണ്ട്. ഉമ്മുക്ക 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 എന്ന് പറഞ്ഞ് വെറുതെ അല്ല. 2 കൊല്ലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 2 വർഷം മുലകുടിയാണ്. എന്താ മുലകുടിയാന്ന സുഹൃത്തുക്കളെ? ആ കുട്ടിന്റെ ഭക്ഷണം മാതാവിന്റെ സ്തനങ്ങളിലാണ്. നാം ആലോചിക്കണം, വിശക്കുന്ന കുട്ടിയുടെ ഭക്ഷണം മാതാവിന്റെ സ്തനങ്ങളിൽ. 6 മാസം മുലപ്പാലേ കൊടുക്കാവൂ എന്ന് പറയുന്നു. 6 മാസം കുട്ടിക്ക് മുലപ്പാല് കൊടുക്കേണ്ട കടമ ഇന്ന് എത്ര ആധുനിക ഉമ്മമാർ നിർവഹിക്കുന്നുണ്ട്.
രാവിലെ പിഴിഞ്ഞു വെച്ച മുലപ്പാൽ കുടിക്കേണ്ടി വരുന്ന കുട്ടികൾ, കൃത്രിമമായിട്ടുള്ള ലായനികൾ കലക്കി കുടിക്കേണ്ടി വരുന്ന മക്കൾ. സുഹൃത്തുക്കളെ, അവിടെ ഒരു കടമയില്ലേ? ഒരു ബാധ്യതയില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ മരണത്തിന് വേണ്ടി വേദനയോടെ കിടക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ വിരലുകൾ നിങ്ങളുടെ തലയിൽ ഓടിക്കാൻ, ആ വേദനയുള്ള ഭാഗത്തൊന്ന് കൈവയ്ക്കാൻ, ആ കണ്ണുകൾ നനഞ്ഞു കാണാൻ? അതിനു നിങ്ങൾക്കുള്ള അവസരം എപ്പോഴാണ്? ആ 1.5 വയസ്സുകാരൻ ഉറങ്ങുമ്പോൾ, അവന് പനി വരുമ്പോൾ, അവന് തലവേദന വരുമ്പോൾ, അവനെ മാറോട് ചേർത്ത് വെച്ച് ആ പനിയുടെ ചൂട് നിങ്ങളുടെ ദേഹം അനുഭവിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് നിങ്ങളോട് മാനസിക ബന്ധമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവില്ല. ഞാനൊരു വീട്ടിൽ ചെന്നു. രോഗിയാണ് ആ ഉമ്മ. 2 ഹോം നേഴ്സ് അവരെ പരിചരിക്കാനുണ്ട്. ഏക മകൻ, അവൻ വിദേശത്താണ് സുഹൃത്തുക്കളെ, ഭാര്യയോടൊപ്പം വിദേശത്താണ്. വിദേശത്ത് പോകുന്നത് ഞാൻ എതിർപ്പല്ല. വിദേശത്തുള്ളവർക്ക് മാപ്പയുടെയും ഉമ്മയുടെയും കൂടെ ചിലപ്പോൾ നിൽക്കാൻ കഴിയാതെ വന്നേക്കാം. പക്ഷേ ഹോം നേഴ്സുമാരുടെ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞ വരുന്ന ആ കുടുംബനാഥനെ, പിതാവിനെ കുറിച്ചാണ് എനിക്ക് വേദന തോന്നിയത്. ഒരിക്കലും രോഗിയായി കിടക്കുന്ന ഉമ്മയെക്കുറിച്ചല്ല. അവർ ഒരു പാതി അബോധാവസ്ഥയിൽ കിടക്കുന്നു. പക്ഷേ മകൻ ഗൾഫിൽ നിന്ന് അയക്കുന്ന ശമ്പളം പറ്റി വീട് ഏറ്റെടുത്തിരിക്കുകയാണ് 2 ഹോം നേഴ്സുമാർ. അവരാണ് വീടിൻ്റെ കൺട്രോൾ. അവിടെ നിയന്ത്രണത്തിലാണ് എല്ലാം. അവിടെ ഒരു മരുമകൾ ഉണ്ടാവാൻ, ഒരു മകനുണ്ടാവാൻ, എൻ്റെ ഉമ്മയാണ് അവിടെ കിടക്കുന്നത്. ആ ഉമ്മയുമായുള്ള മാനസിക ബന്ധമില്ലേ സുഹൃത്തുക്കളെ? ആ ബന്ധം നിങ്ങളുടെ കുട്ടികളായിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടേലും പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ഇട്ട് പോകാൻ നിങ്ങളുടെ മക്കൾക്കും കഴിയും. രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ പർദ്ദയുടെ തുമ്പ് വലിച്ച് കരയുന്ന കുട്ടിയെ ബലത്തോടെ നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു പോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ മരണമായി കിടക്കുമ്പോൾ നിങ്ങളെ ഇട്ട് പോകാൻ, വിമാനം കയറാൻ നിങ്ങളുടെ മക്കൾക്ക് പറ്റും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കരുണ കൊടുക്കണേ പടച്ചോനെ. ചെറുപ്പത്തിൽ അവർ കരുണ കാട്ടിയതല്ലേ, അതുപോലെ കരുണ കാണിക്കാൻ അവസരം തരണേ എന്നാണ്. അതുകൊണ്ട് കുട്ടികളോടൊപ്പം ഉണ്ടാവണം. ഒരു CCTV പോലെ നിങ്ങൾ കുട്ടികളെ നിരീക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, സ്കൂളിൽ ചെറിയ ക്ലാസ് പഠിക്കരുത്. അവൻ്റെ സുഹൃത്ത് അവൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് മൊബൈൽ അടിച്ചു നോക്കൊണ്ടു. ഒരു ലിങ്കാണ്. ആ അക്ഷരങ്ങൾ അടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നീ കണ്ടത്? സുഹൃത്തുക്കളെ, പിഞ്ചു പ്രായത്തിൽ പോൺ സൈറ്റിലേക്കുള്ള കവാടമായിരുന്നു അത്. ഒരു മാരകമായ മാനസിക രോഗിയായി ആ കുട്ടി വന്നിരിക്കുന്നു. കൊറോണ വന്നപ്പോൾ മാസ്ക് ഇട്ട് കൊടുത്തില്ലേ നമ്മൾ? എന്നാൽ നമ്മുടെ കുട്ടിയുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ലൈംഗിക അരാജകത്വത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ 12 വയസ്സായ മോൻ, 14 വയസ്സായ മോൻ ഒരിക്കൽ സ്ക്രീനിൽ അശ്ലീലം കണ്ടാൽ അവൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. ഇനി അവന് വിവാഹമില്ല, അവന് നല്ലൊരു ലൈംഗികതയില്ല, അവന് സമാധാനമുള്ള ഒരു ജീവിതമില്ല, അവന് പഠനമില്ല, അവന് ഉദ്യോഗമില്ല, അവന് സംസ്കാരമില്ല. അവൻ്റെ ജീവിതം തീർന്നു. അതുകൊണ്ട് എത്ര ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ. പഴയ കാലത്തെ പോലെയല്ല ഇപ്പോഴത്തെ പ്രേമം. അതിന് അപ്ലിക്കേഷനാണ്. ആ അപ്ലിക്കേഷനിൽ ഡേറ്റിംഗ് അവർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി അവളുടെ എല്ലാ പ്രൊഫൈലും പറയും, അപ്പുറത്തൊരാൺകുട്ടി അവൻ്റെത് പറയും. അവർ രണ്ടുപേരും ഇഷ്ടത്തോടെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് വേശ്യാവൃത്തി, അങ്ങനെയാണ് പ്രേമം, അങ്ങനെയാണ് അവിഹിതം. നമ്മുടെ മക്കൾ യാദൃശ്ചികമായി പരിചയപ്പെടുന്നതല്ല ഒരു കാമുകനെ. നമ്മുടെ മക്കൾ യാദൃശ്ചികമായി കണ്ടെത്തുന്നതല്ല ഒരു കാമുകയെ. അതിന് അപ്ലിക്കേഷനുകളുണ്ട്, ആപ്പുകളുണ്ട്. നമ്മൾ അറിയാതെ പോയാൽ അപകടത്തിൽപ്പെടും. ആധുനിക കുടുംബ സംവിധാനത്തിൽ പെൺകുട്ടികൾ പറയുന്നത് വിവാഹം വേണ്ടാന്നാണ്.
അടുത്ത തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളുടെ മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു വിവാഹത്തിന് അവളെ തയ്യാറാക്കാനായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? ഒന്ന്, മാറാത്ത നമ്മുടെ വീടുകൾ തന്നെ. വീട്ടിലെ അമ്മായിമ്മമാർ, ഞാൻ ആരെയും കുറ്റം പറയാനല്ല, പൊന്നു സഹോദരിമാരെ, നിങ്ങൾക്ക് ആ മക്കളുണ്ടെങ്കിൽ വരുന്ന പെൺകുട്ടിയോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഇനി നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് മാന്യമായി പെരുമാറണം. പെൺകുട്ടികൾ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ, ഞങ്ങളുടെ കോളേജിലൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ മിക്കവാറും പെൺകുട്ടികൾ വിവാഹിതരായിരിക്കും. ഡിഗ്രി തേർഡ് ഇയർ എത്തുമ്പോഴേക്കും അവർ ഉമ്മമാരായിരിക്കും. എന്നിട്ട് അവർ കഥ പറയാണ്. ഏത്? കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കഥ പറഞ്ഞു കൊടുക്കുന്നത്? അമ്മായിമ്മൻ്റെ അടുക്കൽ ഈ കോഴ്സിന് പഠിക്കുമ്പോഴുള്ള പ്രതിസന്ധിയും പ്രയാസവും. ഒരു പെൺകുട്ടി 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരും, എന്നോട് പറയും, ഈ പരീക്ഷ എഴുതണ്ടെന്ന് അമ്മ പറഞ്ഞത്, നിർത്താൻ പറഞ്ഞു. ഉമ്മ ഏതാണ്? അമ്മായിമ്മ. വളരെ സാഹസപ്പെട്ടാണ് അവൾ ഡിഗ്രി പൂർത്തിയാക്കിയത്. എന്തൊക്കെ നുണ പറഞ്ഞ് അവൾ ഡിഗ്രി പൂർത്തിയാക്കിയത്. എന്താണ്? സ്വന്തം മകൾ പഠിച്ചു നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഉമ്മമാരുണ്ടോ? എങ്കിൽ അതുപോലെ മരുമാളെ കാണാൻ അവർക്ക് എന്തേ പറ്റാതിരുന്നത്? അത്തരം മാറാത്ത ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് വിവാഹം വേണ്ടെന്ന് പറയുന്ന പുതിയ പെൺകുട്ടികളെ സൃഷ്ടിച്ചത്. അവർ ഒരമ്മായിമ്മയെ ഭയന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. ഒരു കാരണം അത്. രണ്ടാമത്തത്, ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കിട്ടിയത് ഞാൻ ലെസ്ബിയനാണെന്നാണ്. ഞാനൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചോളാം. അതെന്തേ? ആണുങ്ങൾ അധികാരത്തോടെ പെരുമാറുന്നു, അവർ രാജാക്കന്മാരായി ഭരിക്കുന്നു, അവർ സ്വാതന്ത്ര്യം തരാതിരിക്കുന്നു. ഒരു ഭർത്താവ് ഒരു രക്ഷിതാവാണ്. ഇതുവരെ വാപ്പനോട് സമ്മതം ചോദിച്ചില്ലേ? അല്ലേ? കല്യാണം കഴിയുന്ന തലേന്ന് വരെ വാപ്പനോട് സമ്മതം ചോദിച്ചില്ലേ? അതേ ഒരു സമ്മതം ചോദിക്കലേ ഭർത്താവിനോടുമുള്ളൂ. പക്ഷെ ചില ഭർത്താക്കന്മാർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭർത്താവ് എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പറയും വിവാഹം വേണ്ടെന്ന്. സഹോദരങ്ങളെ, നമ്മൾ മാറിയില്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ പ്രതിസന്ധികളാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. പിന്നെ വിവാഹം വേണ്ടെന്ന് പറയാൻ കാരണം പ്രേമമാണ്. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കന്നെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്കവാറും ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തി കാണും. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. എന്താണ് ആ വീഡിയോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രേമിച്ച പെൺകുട്ടിയെ വീട്ടിൽ പോയി ചോദിച്ചു അത്രേ, അവളുടെ വീട്ടിൽ. അപ്പോൾ അവളുടെ ഉമ്മ പറഞ്ഞു അത്രേ, എന്താണ്? ഉമ്മ പറഞ്ഞു, നീ ജോലി കണ്ടെത്തി പണമുണ്ടാക്കി വാ, അപ്പോൾ വിവാഹം കഴിച്ചു തരാം. അങ്ങനെ അയാൾ കോഴ്സുകളൊക്കെ നിർത്തി വാപ്പയിൽ നിന്ന് ചെറിയൊരു മൂലധനവും വാങ്ങി അയാൾ ബിസിനസ് തുടങ്ങി. അങ്ങനെ മഹാസമ്പന്നനായി. ഇന്ന് വിദേശ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാണ് അയാൾ. ഒരു ദിവസം കോടികൾ വരുമാനമുള്ള സമ്പന്നനാണ് അയാൾ. പക്ഷെ എന്ത് സംഭവിച്ചു സുഹൃത്തുക്കളെ? അയാൾക്ക് പണമുണ്ടായപ്പോൾ അയാൾ വീണ്ടും പ്രേമിച്ച പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ഉമ്മയോട് ചോദിച്ചു, എനിക്ക് വിവാഹം കഴിച്ചു തരൂ. അവർക്കൊരു പ്രയാസം ഉണ്ടായില്ല, കെട്ടിച്ചെടുത്തു. പക്ഷെ അവർ അധികകാലം ജീവിച്ചില്ല. എന്തേ ജീവിക്കാതിരിക്കാൻ കാരണം? വിവാഹം കഴിക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പാവണം. ഏതു നാട്ടിൽ നിന്നാവണം, ഏത് സംസ്കാരമാകണം, ഏത് ആദർശമാകണം, എത്ര പ്രായമുണ്ടാവണം, എല്ലാം നോക്കി സെലക്ട് ചെയ്യണം. അതാണ് ഇസ്ലാം പറഞ്ഞത്. അതാണ് പോയി കണ്ടുവെക്ക്. നിങ്ങളുടെ സ്നേഹബന്ധം ശക്തമാകാൻ ഒന്ന് കാണുന്നത് നന്നാവുന്നതാണ്. വിവാഹ സമയത്തുള്ള എല്ലാ അന്വേഷണങ്ങളും വിവാഹബന്ധം വേർപിരിയാതെ മുന്നോട്ട് പോകാനുള്ള മുൻകരുതലുകളാണ്. ഇയാൾ കല്യാണിച്ച് കണ്ണൂരിന്നാണ്. ഇപ്പം എന്തുണ്ടായി? കണ്ണൂർക്കാർക്കൊരു നിർബന്ധം, എന്ത്? പെണ്ണ് വീട്ടിൽ തന്നെ നിൽക്കണം. ഇയാൾക്ക് പറ്റൂലല്ലോ, അയാൾക്ക് പെണ്ണിനെ വിട്ട് കിട്ടണം. തർക്കം വന്നപ്പോൾ ബന്ധം വേർപിരിഞ്ഞു. വേർപിരിയുന്ന ബന്ധങ്ങളുണ്ടാകും ഇനി. ഈ പ്രേമ വിവാഹങ്ങളെല്ലാം സുഹൃത്തുക്കളെ നീണ്ടു നിൽക്കാതെ അവസാനിക്കും. അപ്പം എന്താ സംഭവിക്കാറ്? വാപ്പയും ഉമ്മയും മരിക്കാത്ത അനാഥരുണ്ടാകും ഇവിടെ. ഇന്ന് വീടുകളിലുണ്ട് അത്തരം കുട്ടികൾ. വാപ്പയുണ്ട് അവർക്ക്, ഉമ്മ കാണാൻ അനുവദിക്കുന്നില്ല വാപ്പയെ.
ഉമ്മയുണ്ട് അവൾക്ക്, വാപ്പയെ അനുവദിക്കുന്നില്ല ഉമ്മയെ കാണാൻ അനുവദിക്കണില്ല. കാരണം അവർ പിരിഞ്ഞു, തൊലാക്കിലായി, വേറെ വിവാഹം കഴിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വാപ്പയെ കാണാൻ അനുവദിക്കാത്ത ഉമ്മമാർ, ഉമ്മയെ കാണാൻ അനുവദിക്കാത്ത വാപ്പമാർ, അത്തരം അനേകം മക്കൾ അനാഥരായി നമ്മുടെ വീട്ടിൽ ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വിവാഹബന്ധങ്ങൾ പിരിയാതെ പോകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതാണ്, വിവാഹബന്ധങ്ങൾ പിരിയാതെ പോകണം. അവസാനത്തെ സന്ദർഭത്തിൽ പോലും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ പിരിയാൻ പറ്റുള്ളൂ. ഒരായത്ത് നോക്ക് നിങ്ങൾ, സൂറത്തു നിസാ 128. കേൾക്കുമ്പോക്കിന് തലാക്ക് തലാക്ക് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കണം. فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير. എന്തെങ്കിലുമൊക്കെ ഭർത്താവിൽ നിന്ന് ബുദ്ധിമുട്ടുകളുണ്ടായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും സുഹൃത്തുക്കളെ പെട്ടെന്ന് ത്വലാക്കാകണ്ടെന്നാണ്. ഒരു സുൽഹ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി. എന്താ സുൽഹ്? ഞാൻ നിങ്ങളെ ഭാര്യയായി നിന്നോളാം, നിങ്ങൾ ഇന്ത്യയും കുട്ടിൻ്റെയും ചെലവ് നടത്തിയാൽ മതി. നിങ്ങൾ എൻ്റെ അടുത്ത് വരണമെന്നില്ല, എൻ്റെ കൂടെ നിൽക്കണമെന്നില്ല, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോളി, പ്രശ്നമില്ല. അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനത്തെ അവസ്ഥയിൽ പോലും ഒരു കുടുംബത്തെ നിലനിർത്താൻ പറ്റുമോ എന്നതാണ് ഒരു സുൽഹ്. രണ്ടാൾക്കും സമ്മതമുള്ള എന്ത് കണ്ടീഷനുമാകാം, ഇത്ര മതി. അവരെഴുതി സന്ധി ഉണ്ടാക്കി അവർക്കിഷ്ടം പോലെ പോകാം. ഒരു പൂർണ്ണമായ ഭാര്യ ഭർത്തൃ ബന്ധത്തോടെ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നാൽ പറ്റുന്ന കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എന്താ അതിൻ്റെ ഗുണം? ആ കുട്ടികൾക്ക് വാപ്പി ഉമ്മി ഉണ്ടാവും, അതാ ഗുണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു എല്ലാറ്റിലും സുൽഹ് നല്ലതാണ്. കച്ചവടക്കാർ തെറ്റണ്ട, സുൽഹ് ഉണ്ടാക്കിക്കോളി. കുടുംബക്കാർ തെറ്റണ്ട, അയൽവാസികൾ തെറ്റണ്ട, എല്ലായിടത്തും സുൽഹ്. ഒരു സുൽഹ് കൊണ്ട് വേർപിരിയാതെ പറ്റുമെങ്കിൽ വേർപിരിയാതെ നോക്കൂ. അത്രമാത്രം പ്രധാനമാണ് സുഹൃത്തുക്കളെ. പക്ഷേ വേർപിരിയാനും തീരുമാനമെടുക്കാനും ആർക്കും ഒരു പ്രശ്നമല്ല. ഡി അഡിഷൻ സെൻ്ററിൽ ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിന് എന്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമോ? എന്താ? എൻ്റെ ഭാര്യ പറയുന്നു അവൾ 3 കുട്ടികൾക്കും ഇനി എന്നെ വേണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, MDMA ഒക്കെ ഉപയോഗിച്ച് ഈ കോലത്തിൽ അവരെ കഷ്ടപ്പെടുത്തിയപ്പോൾ അവർ തീരുമാനിച്ചതല്ലേ. ഞാൻ മാറി ഉസ്താദെ, അവരെ ഒന്ന് എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റൂ. എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ അവരെ തിരിച്ചെനിക്ക് വാങ്ങിത്തരണം എന്നാ പറയണത്. തിരിച്ചെങ്ങനെയെങ്കിലും വാങ്ങിത്തരണം. എന്താ സുഹൃത്തുക്കൾ അവൾ തീരുമാനമെടുക്കാൻ കാരണം? ഇവനെ കൊണ്ട് ഇനി ഒരു പ്രയോജനവും എനിക്കില്ല, എൻ്റെ കുട്ടികൾ പോലെ നശിക്കും എന്ന അവസ്ഥയിലാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അയാൾക്ക് സ്വബോധം വന്നു. അയാൾ ഇപ്പോൾ ചിന്തിക്കണത് എന്താ അറിയോ? ആ 3 കുട്ടികളെ എനിക്ക് വളർത്തണം, അവളെ എനിക്ക് സംരക്ഷിക്കണം, അതെൻ്റെ ജീവിതാഭിലാഷമാണ്. പക്ഷേ അവൾ വഴങ്ങുമെന്ന് തോന്നുന്നില്ല. എന്താ കാര്യം? അത് ഒരു നല്ല സമയത്ത് തീരുമാനിച്ചതാണ്. പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നില്ലാത്തവർ പോലും ഒരു വാശിക്ക് വേണ്ടി, കുടുംബയുദ്ധത്തിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരെ ബലമായി കോടതി വരാന്തകളിൽ വേർപിരിച്ചവരുണ്ട്. അതൊക്കെ ഗുരുതരമായ തെറ്റാണ് സുഹൃത്തുക്കളെ. ഒന്നിച്ചു പോകാൻ കഴിയുന്ന കുടുംബങ്ങൾ പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത് ആധുനിക കാലഘട്ടത്തിലെ കുടുംബങ്ങളുടെ സവിശേഷതയാണ്. അതുകൊണ്ട് വേർപിരിയാതെ നോക്കാൻ നമ്മുടെ 19 വയസ്സായ പെൺകുട്ടി 6 മാസമുള്ളൊരു കുട്ടിയെയും കൊണ്ട് വീട്ടിലിരിക്കാതിരിക്കാൻ നമ്മൾ വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും പുതിയ തലമുറയിലെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകേണ്ടത് സുഹൃത്തുക്കളെ. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, ചില ശ്രദ്ധകൾ പുതിയ കാലത്ത് നമുക്ക് ആവശ്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലെ ടെൻഷന് പരിഹാരം നമ്മുടെ കുടുംബജീവിതമാണ്. അതിന് മക്കൾ കൂടെ ഉണ്ടാവണം, മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണം, ഇണകൾ കൂടെ ഉണ്ടാവണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒന്നുമില്ല, എല്ലാറ്റിനും പരിഹാരമുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ അതിന് പരിഹാരം പറയാൻ ഒരു ഇസ്ലാമിക് സ്കോളറിന് പറ്റും, പണ്ഡിതന് പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, ദീനിലേക്ക് വരണം. നമ്മൾ ദീനിൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ. കുടുംബത്തോടൊപ്പം വരാൻ, ഒന്നിച്ചിരിക്കാൻ, പഠിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ പീസ് റേഡിയോ
നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഖുർആൻ സമ്മേളനത്തിന് ചെങ്ങരംകുളത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സഹോദരി ഓടി വരുന്നു. എന്നിട്ട് സലാം പറഞ്ഞ് എന്നോട് ചോദിച്ചു, എൻ്റെ പേര് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് പിന്നിൽ അവിടെ ഭർത്താവും മക്കളുമൊക്കെ ഉണ്ട്. അപ്പം എന്താ അവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനം അവരറിയില്ല, അവരാ നാട്ടുകാരാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അവിടെ എന്തെങ്കിലും ഒരു മുജാഹിദ് അനുഭാവം ഉണ്ടെങ്കിൽ അവരാ സമ്മേളനം അറിയില്ല. നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ നമ്മുടെ ശ്രോതാക്കളാണ്, സുഹൃത്തുക്കളെ, കേൾവിക്കാരാണ്, ലൈഫ് കോഴ്സിലെ മെമ്പർമാരാണ്, അന്നൂറിൻ്റെ പഠിതാക്കളാണ്, ഹൃദയവസന്തത്തിൻ്റെ ശ്രോതാക്കളാണ്. അതുകൊണ്ട് നമ്മൾ അറിയുക, നമുക്കല്ല തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. സുഹൃത്തുക്കളെ, ദീൻ പറഞ്ഞു തരാൻ നമ്മുടെ വിസ്ഡം കൂട്ടായ്മയിൽ നമുക്ക് പണ്ഡിതന്മാരുണ്ട്, പ്രസംഗകന്മാരുണ്ട്. ഓരോ പ്രദേശത്തും അത് സംഘടിപ്പിക്കാൻ സംഘാടകരുണ്ട്. പക്ഷേ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, ഏത് കോഴ്സിൽ പഠിക്കുന്നു, എപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്നു, അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിച്ച് കൂടെ നിന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളറിയാതെ പരിഹരിച്ചു പോകും. നമ്മളറിയാതെ പരിഹരിച്ചു പോകും. നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും അത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെ അവർ തന്നെ പരിഹരിച്ചു കൊള്ളും. കാരണം ദീനൊരു പരിഹാരമാണ്, ഇസ്ലാം ഒരു പരിഹാരമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫ ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ പറയാനുള്ളത്? ആ പറയാനുള്ളതിനൊരു പരിഹാരം ഖുർആനിന് പറയാനാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനിലേക്ക് മടങ്ങുക. ഖുർആൻ മുന്നിൽ നടക്കട്ടെ, നമുക്ക് കൂടെ നടക്കാം. അത് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കും. അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും ദീനിനെ കുറിച്ച് അറിയുവാനും നല്ല വിശ്വാസികളായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിനെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ധാരാളം ആളുകൾ നമ്മോടൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു സഹോദരൻ, ഒരാൾ ആക്സിഡൻ്റായി വിഷമത്തിൽ കിടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളെ അള്ളാഹുവെ നീ സുഖമാക്കി കൊടുക്കണമെന്നാഥ. അവരുടെ ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക് മനസ്സമാധാനവും സമാശ്വാസവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും ഇത്തരം സമ്മേളനങ്ങളെയും സംഘാടനങ്ങളെയും യാത്രകളെയും കേൾവികളെയും എല്ലാം നല്ല പ്രവർത്തനമായി ഞങ്ങളിത് കബൂൽ ചെയ്യണമേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ